3058 വേക്കൻസിയോട് കൂടി RRB NTPCയുടെ അണ്ടർ ഗ്രാജുവേറ്റ് നോട്ടിഫിക്കേഷൻ പുറത്തുവിട്ടിട്ടുണ്ട്. ഹായ്, ഞാൻ കിരൺ രവി, ഫൗണ്ടർ ഓഫ് കർമ്മ അക്കാഡമി. അപ്പോൾ +2 യോഗ്യതയുള്ള 18 വയസ്സ് കഴിഞ്ഞ ആളുകൾക്ക് ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ് RRB NTPC പുറത്തുവിട്ടേക്കുന്നത്. അപ്പോൾ RRB NTPC അഥവാ നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസിൽ 12th ഉള്ള ആളുകൾ, 10+2 ക്വാളിഫിക്കേഷൻ ഉള്ള ആളുകൾക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലുള്ള ഒരു പോസ്റ്റിങ്ങിലേക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും. ടോട്ടൽ വേക്കൻസി 3058 ആണ്. ഇതിലെ പേ സ്കെയിൽ വരുന്നത് ലെവൽ 2ഉം ലെവൽ 3 ആണ് വരുന്നത്. അപ്പോൾ ഇതൊരു വളരെ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് ജോബാണ്. റെയിൽവേയിൽ ഒരു കരിയർ സെറ്റ് ചെയ്യാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പൊസിഷനാണ് RRBയുടെ NTPC ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഇതിൻ്റെ ക്രിട്ടിക്കൽ ഡെഡ് ലൈൻസ് ആദ്യം പറയാം. അതായത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ 28 സ്റ്റാർട്ട് ചെയ്താണ്. നവംബർ 27, 2025 വരെ ടൈം ഉണ്ടാകുള്ളൂ. ആൻഡ് ഫീ അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് നവംബർ 29 ആണ്. ഓർക്കുക, ആപ്ലിക്കേഷൻ ക്ലോസ് ചെയ്യുന്ന ക്രൂഷ്യൽ ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ നവംബർ 27 ആണ്. ആ ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുക. ആ ഡേറ്റിനുള്ളിൽ തന്നെ അപ്ലൈ ചെയ്യുകയും അതേ കണക്ക് തന്നെ ഫീ പേയ്മെൻറ്റ് കംപ്ലീറ്റ് ചെയ്താലും നല്ലതാണ്. 2 ദിവസം കൂടെ കിട്ടും. എന്നാലും ആ ഡേറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്താൽ ബെറ്ററാണ്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നവംബർ 27 അകം വെച്ചിട്ട് നിങ്ങളുടെ കയ്യിൽ 10+2 അതായത് +2 ക്വാളിഫൈ ചെയ്തതിൻ്റെ റിസൾട്ട് കയ്യിൽ കിട്ടിയ ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. 12th ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. പ്ലസ് നിങ്ങൾ ഏതെങ്കിലും ഏജ് റിലാക്സേഷന് വേണ്ടി ഏതെങ്കിലും ഒരു കാറ്റഗറിയുടെ എലിജിബിലിറ്റി ആസ്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ഒരു എക്കണോമിക്കലി വീക്കർ സെക്ഷനോ എക്കണോമിക്കലി ബാക്ക്വേർഡ് സെക്ഷനോ അല്ലെങ്കിൽ OBC കാറ്റഗറിയോ അല്ലെങ്കിൽ SC/ST കാറ്റഗറിയോ ആണെങ്കിൽ അത് തെളിയിക്കുന്ന ഡോക്യുമെന്റ്, ലീഗൽ ഡോക്യുമെന്റും നിങ്ങൾ ഈ നവംബർ 27 മുന്നേ എടുത്ത് കയ്യിൽ വെച്ചിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആണ്, നോട്ടിഫിക്കേഷനിൽ പറയുന്നുണ്ട്. ഓൾസോ ഈ എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ വ്യത്യസ്ത RRBകളുണ്ട്. ട്രിവാൻഡ്രം ഡിവിഷൻ, ചെന്നൈ ഡിവിഷൻ, ബാംഗ്ലൂർ ഡിവിഷൻ, ഏതെങ്കിലും ഒരു ഡിവിഷനിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ആ ഡിവിഷൻ നിങ്ങൾ എക്സാം അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഫിക്സ് ചെയ്യണം. അത് പിന്നീട് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. ആ ഡിവിഷനിലായിരിക്കും, അതിനെ ബേസ് ചെയ്തായിരിക്കും നിങ്ങൾ എക്സാം എഴുതുന്ന. ആ ഡിവിഷനിലായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത്. അപ്പോൾ നവംബർ 27 ഇമ്പോർട്ടൻ്റ് ആണ്. ലാസ്റ്റ് ഡേറ്റ് ഫോർ അപ്ലൈയിങ് ആണ്. ആ ടൈമിനുള്ളിൽ നിങ്ങളുടെ +2ൻ്റെ സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള ഒരാളായിരിക്കണം. വിച്ച് മീൻസ് +2 ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് എഴുതാൻ പറ്റില്ല. പ്ലസ് 18 വയസ്സ് തികഞ്ഞ ഒരാളായിരിക്കണം. പ്ലസ് നിങ്ങളുടെ എല്ലാ എലിജിബിലിറ്റി ഡോക്യുമെൻറ്റും ആ ഡേറ്റിനുള്ളിൽ വെച്ച് കിട്ടിയിരിക്കണം. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാം. ഈ പൊസിഷനിൽ ഡിഫറെൻറ്റ് സാലറി സ്കെയിലുകളാണ് വരുന്ന ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ അഥവാ പോസ്റ്റുകൾ ഏതൊക്കെയാണ്, ടോട്ടൽ വേക്കൻസി ഏതാണ്. ടോട്ടൽ വേക്കൻസി നമ്മൾ ഓൾറെഡി പറഞ്ഞു 3058 ആണ്. ഈ 3058 ഈ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലേക്കും എല്ലാ പോസ്റ്റിലേക്കുമുള്ള എല്ലാ RRBയിലുമുള്ള ടോട്ടൽ വേക്കൻസി കൂട്ടിയിട്ടാണ് 3058 വരുന്നത്. ഓരോ RRBയുടെയും വേക്കൻസീസ് ഡിഫറെൻറ്റ് ആണ് വരുന്നത്. അപ്പോൾ 4 മെയിൻ പോസ്റ്റുകളാണുള്ളത്. കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് ക്ലർക്ക്, അക്കൗണ്ട്സ് ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ജൂനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ്, ട്രെയിൻസ് ക്ലർക്കാണ് വരുന്നത്. അപ്പോൾ ഇത് ബേസിക്കലി ലെവൽ 3 ജോബും ഉണ്ട്, ലെവൽ 2 ജോബുകളുമാണ് ഉള്ളത്. അപ്പോൾ 7th പേ കമ്മീഷൻ പ്രകാരമുള്ള സാലറി സ്കെയില് ലെവൽ 2 മുതൽ ലെവൽ 3 വരെ വരുന്നത് നമുക്ക് കൺസിഡർ ചെയ്യാം. 19,900 രൂപ മുതൽ 21,700 രൂപ വരെയാണ് ബേസിക് പേ വരുന്നത്. ഈ ബേസിക് പേയുടെ പുറത്ത് അലവൻസസ് കൂടി കഴിയുമ്പോൾ നമ്മുടെ ഒരു സ്റ്റാർട്ടിംഗ് സാലറി സംവെയർ അറൗണ്ട് 28,000 മുതൽ 35,000 പ്ലസ് ആണ്. 35,000 പ്ലസ് ആയിരിക്കും നമ്മുടെ സാലറി, ഫൈനൽ സാലറി വരുന്നത്. 28,000 to 35,000 പ്ലസ് ആണ് 4 പോസ്റ്റിലേക്കും ഒരു ഓവറോൾ സാലറി റേഞ്ച് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഫീ സ്ട്രക്ചർ നോക്കാം. എക്സാമിന് അപ്ലൈ ചെയ്യുമ്പോൾ 2 തരം ഫീ ഉണ്ട്. 2 തരം കാറ്റഗറി ആയിട്ട് ആ സ്റ്റുഡൻസിന് ഡിവൈഡ് ചെയ്ത് അവർ ഫീ സെറ്റ് ചെയ്തിട്ടുണ്ട്. ജനറൽ കാറ്റഗറിക്കോ OBC കാറ്റഗറിക്കോ EWS എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാറ്റഗറിക്കോ അടയ്ക്കേണ്ട ഫീസ് 500 രൂപയും, SC/ST കാറ്റഗറി അല്ലെങ്കിൽ വിമൺ അല്ലെങ്കിൽ PWD അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ കാൻഡിഡേറ്റ്സിന് 250 രൂപയുമാണ് ഫീ അടയ്ക്കേണ്ടത്. പക്ഷേ RRBക്ക് ഒരു റീഫണ്ട് പോളിസി ഉണ്ട്. ഈ റീഫണ്ട് പോളിസിയും ഈ ഫീയും ഈ എമൗണ്ട് വെച്ചിരിക്കുന്നത് എക്സാമിന് അപ്ലൈ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്യാതിരിക്കുമ്പോൾ RRBക്ക് വരുന്ന ലോസസ് കുറയ്ക്കാൻ വേണ്ടി, അതിനുള്ളൊരു ഫീക്ക് വേണ്ടിയാണ് അത് അങ്ങനെ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എക്സാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഫീയിൽ ഒരു റീഫണ്ട് എമൗണ്ട് കിട്ടും. റീഫണ്ട് എമൗണ്ട് എന്ന് പറയുന്നത് ജനറൽ ആൻഡ് OBC കാറ്റഗറി കാൻഡിഡേറ്റിന് 400 രൂപ അടച്ച 500 രൂപയിൽ 400 രൂപയും റീഫണ്ടായി കിട്ടും. ദെൻ ബാക്കി എല്ലാ കാൻഡിഡേറ്റിനും ഫുൾ 250 റുപ്പീസും റീഫണ്ട് ചെയ്ത് കിട്ടും. ഓക്കെ, ദെൻ മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രത്യേക കാര്യം എന്ന് പറഞ്ഞാൽ റീഫണ്ട് ഫസ്റ്റ് സ്റ്റേജ് അറ്റൻഡ് ചെയ്തിട്ടുള്ള ഒരാൾക്ക് മാത്രമേ കിട്ടുള്ളൂ. എക്സാം അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ യു വിൽ നോട്ട് ബി ഗെറ്റിംഗ് ദ റീഫണ്ട്.
അത് മനസ്സിൽ വെക്കുക. എക്സാമിന് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ജോബ് വേണമെന്നുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ എക്സാം എഴുതി നോക്കേണ്ട ആവശ്യകത ഉണ്ടെങ്കിലോ മാത്രമാണ് അപ്ലൈ ചെയ്യേണ്ടത്. അപ്ലൈ ചെയ്താൽ നിർബന്ധമായിട്ട് എക്സാം എഴുതുക തന്നെ വേണം. ഇല്ലെങ്കിൽ ആ കാശ് വേസ്റ്റായി പോവുകയും ചെയ്യും. നിങ്ങളുടെ ആ ഒരു നല്ലൊരു ചാൻസും നിങ്ങൾക്ക് വേസ്റ്റായി പോകും. ഓക്കെ, ഇനി ഇതിന് ഏജ് ലിമിറ്റ് നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് അവർ പ്രിസ്ക്രൈബ് ചെയ്ത ഡേറ്റ് January 1, 2026 നിങ്ങളുടെ ഏജ് ഇതായിരിക്കണം. നിങ്ങളൊരു ജനറൽ കാറ്റഗറി കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 18 മുതൽ 30 വയസ്സ് വരെ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റും. 18 വയസ്സ് തികഞ്ഞ ഒരാൾക്ക് 30 വയസ്സാകുന്നിടം വരെ പരീക്ഷ എഴുതാൻ പറ്റും. ഇനി OBC കാറ്റഗറി തൊട്ടുള്ള കാറ്റഗറി താഴേക്ക് വരുന്ന കാറ്റഗറിക്ക് ഏജ് റിലാക്സേഷൻ കിട്ടും. മതിയായ ഡോക്യുമെന്റ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു OBC നോൺ ക്രീമി ലെയറിൽ പെടുന്ന ഒരു കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 3 വർഷം അധികം ഏജിൽ റിലാക്സേഷൻ വരും. അതായത് നിങ്ങളുടെ അപ്പർ ഏജ് ലിമിറ്റ്, ഏജിന്റെ പ്രായപരിധി 33 വയസ്സ് വരെ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റും. ഒരു SC/ST വിഭാഗത്തിൽപ്പെടുന്ന ഒരാൾക്ക് 5 വർഷം, അതായത് 35 വയസ്സ് വരെ എക്സാം എഴുതാൻ പറ്റും. ഒരു PWD പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്, റിസർവേഷൻ ഇല്ലാത്ത ഒരു ജനറൽ കാറ്റഗറി പെടുന്ന ഒരാളാണെങ്കിൽ 10 വർഷം വരെയും, PWD വിത്ത് SC/ST കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ 15 വയസ്സ് വരെയും, PWD വിത്ത് OBC കാറ്റഗറിയിൽ പെടുന്ന ഒരാളാണെങ്കിൽ 13 വയസ്സ് വരെയും ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ജോബിന്റെ ഡ്യൂട്ടീസും മെഡിക്കൽ സ്റ്റാൻഡേർഡ്സും നോക്കാം. ബേസിക്കലി ക്ലർക്ക് ജോബുകളെല്ലാം ഡെസ്ക് ബേസ്ഡ് അഡ്മിനിസ്ട്രേഷൻ വർക്കുകളാണ് വരുന്നത്. അഡ്മിനിസ്ട്രേഷൻ വർക്കാണ്, ഡെസ്ക് ബേസ്ഡ് ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ മിക്ക പരീക്ഷയ്ക്കും ഒരു സ്കിൽ ടെസ്റ്റ് കാണും, ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ്, സ്കിൽ ടെസ്റ്റ് കാണും. ടൈപ്പിംഗ് സ്പീഡ് ഉണ്ടോ എന്നായിരിക്കും അതിൽ ചെക്ക് ചെയ്യുന്നത്. ഓൾസോ ട്രെയിൻ റെക്കോർഡ് മെയിൻറ്റെയിൻസ് ചെയ്യുന്ന ആളുകൾക്ക് A3 ഹയസ്റ്റ് ഐസൈറ്റ് വരുന്ന മെഡിക്കൽ ഫിറ്റ്നസ് ആണ്, A3 ലെവലാണ് അവരവിടെ ചോദിക്കുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കുക, അതിൻ്റെ അർത്ഥം സ്പെക്സ് ഉപയോഗിക്കാൻ പാടില്ല, ലേസർ ട്രീറ്റ്മെൻറ്റ് പോലുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ഒരാൾ എലിജിബിൾ ആകില്ല. അതായത് വിഷനിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് സാരം. അത് എല്ലാ പൊസിഷനും അല്ല, A3 മെഡിക്കൽ സ്റ്റാൻഡേർഡ് വേണ്ടുന്ന പോസ്റ്റിലേക്കാണ് അത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോട്ടിഫിക്കേഷൻ തന്നെ ഡീറ്റെയിൽ ആയിട്ട് മെഡിക്കൽ സ്റ്റാൻഡേർഡ്സ് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നോക്കാനായിട്ട്. ദെൻ ഇനി എക്സാമിൻ്റെ പാറ്റേൺ എന്താണ്, ഡിഫറെൻറ്റ് സ്റ്റേജ് എന്താണ്, ഇനി അതെങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഈ കാര്യങ്ങൾ നമുക്ക് നോക്കാം. എക്സാം ബേസിക്കലി ഒരു 4 സ്റ്റേജ് അടങ്ങുന്ന ഒരു പ്രോസസ്സാണ്, സെലക്ഷൻ പ്രോസസ്സാണ്. അതിൽ 2 കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റുകളുണ്ട്, സബ്ജക്ട് നോളജ് ചെക്ക് ചെയ്യുന്നത്. അതിനുശേഷം ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് ടൈപ്പിംഗ് സ്പീഡ് ടെസ്റ്റിൻ്റെ ഒരു ടെസ്റ്റ് ഉണ്ട്. ദെൻ ഫൈനലായിട്ട് ഡോക്യുമെന്റ് വെരിഫിക്കേഷനും മെഡിക്കൽ സ്റ്റാൻഡേർഡ് ചെക്ക് ചെയ്യുന്ന ഒരു ടെസ്റ്റും വരും. അപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിൽ അതൊരു ക്വാളിഫയിങ് നേച്ചറിലാണ്. അത് പാസ്സായാൽ മതി. അത് പാസ്സായാൽ മാത്രമേ സെക്കൻഡ് ലെവലിലുള്ള CBT 2 എഴുതാൻ പറ്റുള്ളൂ. ഫസ്റ്റ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് CBT 1 എന്ന് പറയുന്ന ഒരു സെലക്ഷൻ അല്ലെങ്കിൽ ഒരു സ്ക്രീനിങ് ടെസ്റ്റാണ്. അതിൽ നിന്ന് കുറേ ആളുകളെ എലിമിനേറ്റ് ചെയ്ത് കുറച്ച് കട്ട് ഓഫ് വെച്ചിട്ട് ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്ന കുറച്ച് പേരെ മാത്രം CBT 2ലേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ എക്സാമിൽ 100 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്, 90 മിനിറ്റ് അഥവാ 1.5 മണിക്കൂറാണ് തരുന്നത്. ക്വാളിഫയിങ് നേച്ചർ ആണ്. ഫൈനൽ റാങ്ക് പട്ടിക നിർണ്ണയിക്കാൻ ഈ മാർക്ക് എടുക്കില്ല. സെക്കൻഡ് സ്റ്റേജിലേക്ക് ആരൊക്കെ പോകണം എന്നുള്ളത് തീരുമാനിക്കുന്ന സ്ക്രീനിങ് ടെസ്റ്റ് മാത്രമാണ് CBT 1. CBT 2 ആണ് മെറിറ്റ് ഡിസൈഡ് ചെയ്യുന്ന ക്രൂഷ്യൽ എക്സാം വരുന്നത്. ഇതിൽ 120 ചോദ്യമുണ്ട്. ഇതിലും 1.5 മണിക്കൂർ സമയമാണ് തരുന്നത്. ഫൈനൽ സ്കോർ ഇതിനെ ബേസ് ചെയ്തായിരിക്കും. അപ്പോൾ ഈ എക്സാമിൽ ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് ഉള്ള ആളുകളെ സ്കിൽ ടെസ്റ്റിന് അയക്കും. സ്കിൽ ടെസ്റ്റ് ക്വാളിഫൈ ചെയ്യുന്ന ആളുകൾ, അത് ക്ലറിക്കൽ പോസ്റ്റിനേക്ക് വേണ്ടി മാത്രമാണ് സ്കിൽ ടെസ്റ്റ് ടൈപ്പിംഗ് സ്പീഡ് നോക്കുന്നത്. ആ ടൈപ്പിംഗ് ടെസ്റ്റ് പാസ്സാകുന്നവരെ ആ പൊസിഷനിലേക്ക് കൺസിഡർ ചെയ്യും. അല്ലാതുള്ളവരെ നോർമലി ഈ CBT 2 ശേഷം കൺസിഡർ ചെയ്യും. ഇതിനുശേഷം നമ്മൾ വരുന്ന ലെവല് ഡോക്യുമെന്റുകളെല്ലാം കറക്റ്റ് ആണോ ചെക്ക് ചെയ്യും. ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ ആൻഡ് മെഡിക്കൽ എക്സാമിനേഷൻ വരും. മെഡിക്കൽ എക്സാമിനേഷനും രണ്ടും ഈക്വൽ ഇമ്പോർട്ടൻസ് ആണുള്ളത്. രണ്ടും ക്ലിയർ ചെയ്യണം. രണ്ടും ക്ലിയർ ചെയ്താൽ മാത്രം നിങ്ങളുടെ CBT 2 മാർക്കിന്റെ ബേസിസിൽ റാങ്ക് ലിസ്റ്റ് ഇടും. ആ റാങ്ക് ലിസ്റ്റിൽ പേരുള്ള എല്ലാവർക്കും ജോലി ഉറപ്പാണ്. ഓക്കെ, ദെൻ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, CBT 1ലും 2ലും നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. കറക്റ്റ് ആൻസറിന് 1 മാർക്ക് ആണെങ്കിൽ നെഗറ്റീവ് ആൻസറിന് 1/3 മാർക്ക് അവർ കുറയ്ക്കും. കറക്റ്റ് ആൻസറിന് മാർക്കിംഗ് എത്രയോ അതിൻ്റെ 1/3 നെഗറ്റീവായിട്ട് CBT 1നും 2നും കുറയ്ക്കും. വിച്ച് മീൻസ് ആക്യുറസി എക്സാമിന് വേണം, കറക്കി കുത്തരുത്. കറക്റ്റായിട്ട് അറിയാമെന്നുള്ളത്, ഷുവർ ആണെന്നുള്ള ക്വസ്റ്റ്യൻസ് മാത്രമേ മാർക്ക് ചെയ്യാവൂ പാടുള്ളൂ. ഇല്ലെങ്കിൽ കിട്ടിയ മാർക്ക് കൂടെ നെഗറ്റീവ് മാർക്കിംഗ് വന്നിട്ട് കുറയും. ഓക്കെ, അപ്പോൾ ഇനി എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ ബ്രീഫായിട്ട് ഞാൻ ഈ വീഡിയോയിൽ പറയാം. അതിനുശേഷം മറ്റൊരു വീഡിയോയിൽ ഇൻ ഡെപ്ത് ഈ എക്സാമിന് എങ്ങനെ പ്രിപ്പയർ ചെയ്താൽ ക്ലിയർ ചെയ്യാമെന്ന് പറഞ്ഞതാണ്. അപ്പോൾ എക്സാമിൻ്റെ സിലബസ് ആൻഡ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി നോക്കാം. CBT 1ന് CBT 2നും കോർ സബ്ജക്ട്സ് സെയിം തന്നെയാണ്. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ്. ജനറൽ അവയർനെസ് ശ്രദ്ധിക്കുക, 2 സെക്ഷൻ ഉണ്ട്.
ഒന്ന് ജനറൽ നോളജ്, രണ്ട് ജനറൽ സയൻസ്. ഓർക്കുക, റെയിൽവേ എക്സാമിന് ജനറൽ സയൻസിൽ നിന്ന് കൂടുതൽ വെയിറ്റേജ് ഉണ്ട്, കൂടുതൽ ക്വസ്റ്റ്യൻസ് വരും. അതായത് ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഈ 3 സബ്ജക്റ്റ് നിങ്ങൾ PCB ഇത് 3 നിങ്ങൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കണം. ഈ 4 ടോപ്പിക്കിലും, അതായത് മാത്സ്, റീസണിങ്, ജനറൽ നോളജ്, ജനറൽ സയൻസിൽ നിങ്ങൾ നോക്കിയാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ജനറൽ സയൻസിലാണ്. 10th വരെ പഠിച്ച ബേസിക് കാര്യത്തിനെ ബേസ് ചെയ്തും കുറച്ച് 11th 12th ചാപ്റ്റേഴ്സിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് പ്രിപ്പയർ ചെയ്യുക. ഷുവറായിട്ട് നിങ്ങൾക്ക് അത് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകളാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ ഇൻ ഡെപ്തിൽ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം. ദെൻ നമുക്ക് GK സബ്ജക്റ്റുകൾ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമി, പൊളിറ്റി, കമ്പ്യൂട്ടർ, അങ്ങനെയുള്ള ടോപ്പിക്കുകൾ പഠിക്കണം. ദെൻ 10th ക്ലാസ് വരെയുള്ള മാത്സ്, അരിത്തമെറ്റിക്സും അഡ്വാൻസ് മാത്സും അത് പഠിക്കണം. ദെൻ ലോജിക്കൽ ക്വസ്റ്റ്യൻസ് ആയ റീസണിങ് നമുക്ക് പഠിക്കണം. ദെൻ സ്ട്രാറ്റജി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, യു ഷുഡ് ഫോക്കസ് ടു ക്ലിയർ CBT1. CBT1 പാസ്സാകാനും CBT2 മാക്സിമം സ്കോർ ചെയ്യാനും വേണ്ടി പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ എപ്പോഴും CBT2 സിലബസ് രണ്ടിലും, CBT1ലും 2ലും സെയിം സിലബസ് തന്നെയാണ്. CBT2ൻ്റെ ക്വസ്റ്റ്യൻസ് കൂടെ വെച്ച് കുറച്ചുകൂടെ ലേശം ലെവൽ കൂടുതലാണ് CBT1ൽ നിന്നും. അപ്പോൾ CBT2ന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പോകുക. അതിൽ മാക്സിമം സ്കോർ നേടാനുള്ള പോർഷൻസ് കണ്ടുപിടിച്ച് അത് ആദ്യം തൊട്ടേ പഠിച്ചു പോവുക. അതിൻ്റെ ബേസിസിലുള്ള കൺസെപ്ച്വൽ അണ്ടർസ്റ്റാൻഡിങ് ബെറ്റർ ആക്കുക. സോ ദാറ്റ് നിങ്ങളുടെ ഫൈനൽ റാങ്ക് കിട്ടുന്നതിൽ നിങ്ങൾക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ സ്ട്രാറ്റജി എപ്പോഴും CBT2 ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കണം. ആൻഡ് ഒരു കാര്യം മറക്കാൻ പാടില്ലാത്തത്, ആക്യുറസി വളരെ അധികം ഇമ്പോർട്ടൻ്റ് ആണ്. 0.33 നെഗറ്റീവ് മാർക്കിംഗ് ഓരോ തെറ്റുത്തരത്തിനും ഉണ്ട്. അതുകൊണ്ട് തെറ്റിക്കാതെ ഷുവറായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാർക്ക് ചെയ്യാനും കറക്കിക്കുത്താതിരിക്കാനും ശ്രദ്ധിക്കണം. സോ ദാറ്റ് ആക്യുറസി കൂടും. അറ്റംപ്റ്റുകളുടെ എണ്ണം കൂടിയിട്ട് കാര്യമില്ല, കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യുന്നതിലാണ് കാര്യം. അപ്പോൾ മാർക്ക് ചെയ്തതിൽ മാക്സിമം ക്വസ്റ്റ്യൻസ് കറക്റ്റ് ആകാൻ വേണ്ടി ചെയ്താലാണ് എക്സാം ക്ലിയർ ചെയ്യാനുള്ള നിങ്ങളുടെ പോസിബിലിറ്റി ഒന്നുകൂടെ കൂടുന്നത്. അപ്പോൾ എക്സാം ഓറിയൻറ്റ് ചെയ്തുള്ള എല്ലാ ഡാറ്റയും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ഡ്രോപ്പ് എ കമൻറ്റ്. ദെൻ ഈ എക്സാം പ്രിപ്പയർ ചെയ്യാനുള്ള ഇൻ ഡെപ്ത് സിലബസ് ഓറിയൻറ്റ് ചെയ്തുകൊണ്ട് നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് സൂൺ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ദിസ് ഈസ് കിരൺ സൈനിങ് ഓഫ്.